നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധരംഗം ഇനി വെറും മിസൈലുകളുടെയും ബോംബുകളുടെയും പോരാട്ടമല്ല. ആകാശത്ത് നിന്നുള്ള നിശബ്ദ ചാരപ്രവർത്തനത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ഇറാനും ചൈനയ്ക്കുമിടയിൽ രൂപം കൊള്ളുന്ന പുതിയ സാങ്കേതിക സൈനിക സഹകരണം യുഎസിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി ഉയരുകയാണ്. ചൈനീസ് സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ സൈനിക നിലപാടുകൾ നിരീക്ഷിച്ച് ആക്രമണങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യം കണ്ടെത്താൻ ഇറാന് സാധിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് യുദ്ധത്തിന്റെ ദിശ തന്നെ മാറ്റുന്ന സംഭവ വികാസമാവുകയാണ്. 2024 തന്നെ ഇറാൻ ഒരു ചൈനീസ് സാറ്റലൈറ്റ് സ്വന്തമാക്കി. അതിലൂടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങൾ ശേഖരിക്കാൻ സാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനീസ് കമ്പനിയായ എർത്ത് ഐ വികസിപ്പിച്ചിട്ടുള്ള TEE-01B എന്ന ഉപഗ്രഹം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉപയോഗിച്ചതെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം രഹസ്യമായി കൈമാറ്റം ചെയ്ത ഈ ഉപഗ്രഹം പശ്ചിമേഷ്യയിലെ US നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതായാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം മാത്രം കൈമാറുന്ന ചൈനയുടെ സവിശേഷമായ രീതിയിലൂടെയാണ് ഇറാൻ ഈ ഉപഗ്രഹം സ്വന്തമാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെ ബീജിംഗ് ആസ്ഥാനമായുള്ള എംബോസാറ്റ് എന്ന കമ്പനിയുടെ ആഗോള ഗ്രൗണ്ട് സ്റ്റേഷൻ ശൃംഖല ഉപയോഗിക്കാനുള്ള അനുമതിയും ഇറാന് ലഭിച്ചു. അമേരിക്കൻ സൈനിക താവളങ്ങളുടെ കൃത്യമായ സ്ഥാനവും വിവരങ്ങളും ശേഖരിക്കാൻ ഈ സംവിധാനങ്ങൾ ഇറാനെ സഹായിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, ജോർദാനിലെ മുവാഫക് സാൽത്തി എയർബേസ്, ബഹ്റൈനിലെ US 5ാം നേവി ഫ്ലീറ്റ് ആസ്ഥാനം എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ ഈ ഉപഗ്രഹം പകർത്തിയെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. മാർച്ചിൽ പ്രിൻസ് സുൽത്താൻ എയർബേസിനു നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. കുവൈറ്റ്, ജിബൂട്ടി, ഒമാൻ എന്നിവിടങ്ങളിലെ US കേന്ദ്രങ്ങളും ഉപഗ്രഹ നിരീക്ഷണ വലയത്തിലായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചൈനീസ് സർക്കാരിന്റെ മൗനാനുവാദമില്ലാതെ ഇത്തരമൊരു സാങ്കേതിക വിദ്യ കൈമാറ്റം സാധ്യമല്ല എന്ന് മുൻ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഇറാന് സൈനിക സഹായം നൽകുന്നില്ല എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിക്കുന്നത്. ഇത് വെറും സാങ്കേതിക ഇടപാടല്ല, ഒരു പുതിയ സഖ്യത്തിന്റെ വ്യക്തമായ അടയാളമാണ്. നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങാതെ ഡ്യുവൽ യൂസ് ടെക്നോളജി എന്ന പേരിൽ ചൈന ഇറാനെ പിന്തുണയ്ക്കുന്നുവെന്ന ആശങ്കയാണ് അമേരിക്ക ഉയർത്തുന്നത്. ചൈന ഔദ്യോഗികമായ ആയുധ സഹായം നിഷേധിക്കുന്നുണ്ടെങ്കിലും സാറ്റലൈറ്റ് ഡേറ്റയും ഇന്റലിജൻസ് പിന്തുണയും യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടെ യുദ്ധത്തിന്റെ തുലാസ് മാറുന്നു. മുമ്പ് സൈനിക ശക്തിയിലും സാങ്കേതിക മുന്നേറ്റങ്ങളിലും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന അമേരിക്ക പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. ചൈനീസ് കമ്പനികൾ പോലും അമേരിക്കൻ സൈനിക വിന്യാസങ്ങൾ പബ്ലിക്കായി പുറത്തുവിടുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ രഹസ്യ തന്ത്രങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ സന്ദേശമാണ്. ഇനി ലോകം ഏകപക്ഷീയമായ അമേരിക്കൻ ആധിപത്യത്തിലല്ല, മറിച്ച് പുതിയ സഖ്യങ്ങളുടെ ശക്തിയിലാണ് നീങ്ങുന്നത് എന്ന്. ഇറാൻ ചൈന ബന്ധം കൂടുതൽ ശക്തമാകുമ്പോൾ അത് റഷ്യ ഉൾപ്പെടെയുള്ള മറ്റു ശക്തികളെയും ചേർത്ത് ഒരു വിപുലമായ ബ്ലോക്കായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ട്രംപിന്റെ കടുത്ത നയങ്ങൾ ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും യാഥാർത്ഥ്യത്തിൽ അത് ഇറാനെ കൂടുതൽ ശക്തമായ സഖ്യങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇന്ന് അമേരിക്ക നേരിടുന്നത് ഒരു രാജ്യത്തെയല്ല, ഒരു കൂട്ടായ സാങ്കേതിക രാഷ്ട്രീയ ശക്തിയെയാണ്. ഈ സംഭവ വികാസം ഒരു കാര്യം വ്യക്തമാകും: യുദ്ധം ഇനി ഭൂമിയിലോ സമുദ്രത്തിലോ മാത്രമല്ല നടക്കുന്നത്, അത് ആകാശത്തും ഡേറ്റയിലും നടക്കുന്നു. ആ പോരാട്ടത്തിൽ ഇറാനും ചൈനയും ചേർന്ന ഈ പുതിയ സഖ്യം അമേരിക്കക്കെതിരെ ഒരു ദൃശ്യരഹിതമായെങ്കിലും അതീവ ശക്തമായ വെല്ലുവിളിയായി ഉയർന്നിരിക്കുകയാണ്.